ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റിന്യൂസ് ഫാമിലി ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വട്ടയപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡിലല്ല, നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് കേട്ടോ കാണിക്കുന്നത്. കൂടെ തന്നെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് അടിപൊളിയായിട്ടുള്ള ചിക്കൻ കുറുമൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ചരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവിനാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ പച്ചരി 2-3 പ്രാവശ്യം നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ. നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ട് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 3-4 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. 3-4 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ അരി നല്ലോണം സോക്കായിട്ട് കിട്ടിക്കോളും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വട്ടയപ്പം 2-3 ടൈപ്പിൽ ഉണ്ടാക്കിയെടുക്കും കേട്ടോ സാധാരണ. അപ്പോൾ ഇതാ പച്ചരി ഇവിടെ നല്ലോണം സോക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലെ വെള്ളം നല്ലോണം ഡ്രെയിൻ ചെയ്തെടുക്കണം. ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1-2 സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സെയിം ആ 1/2 കപ്പിന് തന്നെ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരി കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതും കൂട്ടിയെടുക്കേണ്ടതാണ്. ഇനിയിപ്പം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം നോർമലായിട്ടുള്ള ഒരു മധുരം ഉണ്ടാവും. വട്ടയപ്പം മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടി മധുരം വേണം, കറികളൊന്നും കൂട്ടി കഴിക്കാനല്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടി, ഡ്രൈ ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അത് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിക്സിൻ്റെ വലിയ ജാറിലിട്ടിട്ട് ഒറ്റ ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. നിങ്ങൾ ചെറുതായി എടുക്കണമെന്നുണ്ടെങ്കിൽ 1-2 ട്രിപ്പായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ 1 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഞാൻ യൂസ് ആക്കിയിട്ടില്ല. എത്ര എടുത്ത് എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതാ മാവ് ഇവിടെ ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പറ്റുന്ന പോലെ അരച്ചെടുക്കുക, തരികളൊന്നും ഇല്ലാണ്ട് നല്ലോണം അരച്ചെടുക്കുക. പിന്നെ ഞാനിതാ 3/4 കപ്പ് വെള്ളം യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് എനിക്ക് ബാക്കി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത്ര നേരം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. മാവ് നല്ലോണം കലങ്ങണ പോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മാവ് കിട്ടേണ്ടത്. അപ്പോൾ വെള്ളം എത്രയെന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ചിലപ്പോൾ 1 കപ്പ് വേണ്ടി വരും, ചിലപ്പോൾ അത്ര വേണ്ടി വരില്ല. അപ്പോൾ വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കൂടിയോ കുറഞ്ഞോ ഇരിക്കും. ഇനി ഈ മാവൊന്ന് നല്ലോണം പുളിച്ച് പൊങ്ങി വരണം കേട്ടോ. അത് ഓരോ ഭാഗത്ത് ടെമ്പറേച്ചർ അനുസരിച്ചിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ഭാഗത്താണെങ്കിൽ 2-3 മണിക്കൂർ കൊണ്ട് മാവ് നല്ലോണം പൊങ്ങി വരും. തണുപ്പുള്ള ഭാഗത്താണെന്നുണ്ടെങ്കിൽ 6-7 മണിക്കൂർ എടുക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 മണിക്കൂറാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. 3 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ സാവധാനത്തിൽ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ എയർ ബബിൾസ് ഒന്നും ഓവറായിട്ട് പൊട്ടിപ്പോവാണ്ട് നോക്കണം. ഓവറായിട്ട് പൊട്ടിപ്പോയെന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ ഒന്ന് മെല്ലെ അടിയൊന്ന് ഇളകണ പോലെ ജസ്റ്റ് ഒന്ന് മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. നോർമലായിട്ട് വട്ടയപ്പം റൗണ്ട് ഷേപ്പിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പം അങ്ങനെ വരുന്ന പോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ഇതാക്കി കൊടുക്കുക, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് മാവാക്കി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് മാവ് ആക്കി കൊടുക്കുമ്പം അതിൻ്റെ എയർ ബബിൾസ് പൊട്ടിപ്പോവാണ്ട് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഒരു 4-5 കയ്യിൽ മാവ് ആക്കി കൊടുത്താൽ മതി. പാത്രം നിറയണ പോലെ ആക്കി കൊടുത്തെന്നുണ്ടെങ്കിൽ വട്ടയപ്പം ശരിയാവില്ല കേട്ടോ. അത് പൊങ്ങി വരാനുള്ള സ്പേസും കൂടി കൊടുക്കണം. ഓരോ പ്രാവശ്യം ആക്കി കഴിഞ്ഞാൽ മാവ് മൂടി വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് പൊട്ടിപ്പോവും. ഇനിയിപ്പം ഇത് ആവി കയറ്റി എടുക്കാം കേട്ടോ. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിലാണ് ആവി കയറ്റി എടുക്കുന്നത്.
ഇപ്പം ഇത് 10 to 15 മിനിറ്റോളം സ്റ്റീം ചെയ്തിട്ട് എടുക്കുക കേട്ടോ. മാക്സിമം 15 മിനിറ്റ് അത്ര മതി, അപ്പത്തിന് റെഡി ആയിക്കോളും. ഞാനിപ്പോൾ ഇവിടെ 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തിട്ട് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കത്തിയോ അല്ലെങ്കിൽ സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. മാവൊന്നും പറ്റിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ചൂടാറിയ ശേഷം മാത്രം ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ സൈഡൊന്നും കറക്റ്റായിട്ട് ചൂട്ടോടുക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സൈഡൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പം നല്ലോണം ചൂടാറിയ ശേഷം കൈകൊണ്ട് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പോന്നോളൂ കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന്. നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് മാക്സിമം ഈ ഒരു തിക്നെസ്സിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇതിനേക്കാളും കട്ടിയായിട്ട് ഉണ്ടാക്കണ്ട, ഈ ഒരു അളവിന് ആക്കിയാൽ മതി. ഈ ഒരു അളവിന് 3 എണ്ണം ആക്കാനുള്ള മാവുണ്ടാവും കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ അടുത്തതും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന് കോമ്പിനേഷനായിട്ട് നല്ല അടിപൊളി ചിക്കൻ കുറുമ ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു കറി വട്ടയപ്പം നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നെയ്യും എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഏലക്ക, പട്ട, ഗ്രാമ്പു കുറച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വലിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മീഡിയം സൈസായിട്ടുള്ള 2 ഉള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉള്ളിയും കൂടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. കൂടെ തന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലോണം വാടി വരണം. എന്നിട്ട് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ സെയിം റെസിപ്പി തന്നെ നമുക്ക് ബീഫ് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ എഗ്ഗ് വെച്ചിട്ടുള്ള കുറുമൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കാർട്ടിൽ കൊടുക്കാം കേട്ടോ. ചിക്കനും കൂടിയും ചേർത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. ചിക്കൻ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഒന്ന് കുക്കായി വരുമ്പോൾ തന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് വെജീസൊക്കെ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ബീൻസുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് 2ാം പാലാണ് കേട്ടോ. തേങ്ങൻ്റെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ചേർത്തിട്ട് ചിക്കനും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് കുക്കായി വരണം കേട്ടോ. മൂടി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് തുറന്നിട്ട് 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്ര നേരം ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 3/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 തേങ്ങേൻ്റെ പാൽ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെ 1ാം പാലും 2ാം പാലും ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ 1ാം പാൽ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചാൽ മതി കേട്ടോ. അല്ലാണ്ട് ഒരുപാട് നേരം കുക്ക് ചെയ്തൊന്നും എടുക്കേണ്ട. 1ാം പാൽ ചേർത്ത ശേഷം കറി ഒന്ന് തിളച്ച് വന്നാൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതാ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലിട്ട് കൊടുത്താൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കോംബോ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്രക്കും പൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് വട്ടയപ്പം മാത്രമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര 2 ടേബിൾ സ്പൂണ് എക്സ്ട്രാ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ താങ്ക് യു, ബൈ.